ലാൽ സലാം. നേരിൻ്റെ 10-ാം ദിനത്തെ കളക്ഷനിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഇന്ന് 1000-നും മുകളിലുള്ള ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ ട്രാക്കിങ്ങിൽ നമുക്ക് 100% ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് 1062ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1,37,000-ന് മുകളിൽ ആളുകൾ കണ്ട് 45% ഒക്യുപ്പൻസിയിൽ സിനിമ 2,06,00,000-ന് മുകളിലാണ് ഇന്ന് നേടിയിരിക്കുന്നത്. അതായത് ഇന്ന് ഫൈനൽ ആകുമ്പോഴത്തേക്ക് 2,42,00,000-ന് മുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രാക്ക്ഡ് കളക്ഷൻ സൂചിപ്പിക്കുന്നത്. ഇന്നലത്തേക്കാളും ഒരുപാട് മുകളിൽ എന്ന് പറയാം. അതായത് നമുക്ക് കഴിഞ്ഞ ബുധനാഴ്ചയല്ല, അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ കളക്ഷൻ്റെ ഏകദേശം അടുത്ത് എന്ന് പറയാം. കഴിഞ്ഞ ചൊവ്വാഴ്ച 2,75,00,000 രൂപയായിരുന്നു ട്രാക്ക്ഡ് കളക്ഷൻസായി വന്നിരുന്നത്. സിനിമ ഇന്നത്തെ കളക്ഷൻ ഏകദേശം ഒരു 3.5 കോടിക്കും 4 കോടിക്കും ഇടയിലായിരിക്കും എന്നുള്ളതാണ്. 3.5-3.25 കോടിയിലായിരിക്കും സിനിമ വന്ന് നിൽക്കുന്നത്. എന്താണേലും 350-ന് മുകളിലുള്ള തിയേറ്ററുകളിൽ സിനിമ ഓടുന്നുണ്ട്, എന്നിട്ടും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതെ, മോഹൻലാൽ ഒന്ന് ചിറക് വിടർത്തി കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ അതിൻ്റെ തൂവൽ ചിറകുകളിൽ മാത്രമാണ് എന്നുള്ളത് നമുക്ക് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സാറ്റർഡേ ഒരു സൂപ്പർ സാറ്റർഡേ ആക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഒരു സിനിമ. തിയേറ്റർ എത്ര കൂട്ടിയാലും സിനിമയുടെ തിരക്ക് കുറയുന്നില്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ ലിമിറ്റേഷൻ വെക്കേണ്ടി വരും. ഒരു ഫാമിലിയിൽ നിന്ന് 3-4 പേര് കണ്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് കാണാൻ അവസരം നൽകാനായിട്ട് എന്നുള്ള ലെവലിൽ. അല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് ദിവസം കൊടുത്തിട്ട് അതിൽ വന്ന് കാണുക എന്നുള്ളൊരു പരിപാടി. ആ റേഞ്ചിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ശനിയാഴ്ച അങ്ങ് തീ പിടിപ്പിച്ച് തന്നെയാണ് നേര് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 10-ാം ദിനവും 3 കോടിക്ക് മുകളിൽ വരുമ്പോൾ സിനിമ ഇന്നത്തെ കളക്ഷനോടെ 30 കോടിക്ക് മുകളിൽ, 33 കോടി ആ റേഞ്ചിലേക്ക് കേരള തിയേറ്ററുകളിൽ നിന്ന് മാത്രമായി വരുമെന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, കേരള തിയേറ്ററിൽ മാത്രമേ ഉള്ള തിരക്കെന്ന് ചോദിച്ചാൽ വിദേശ രാജ്യങ്ങളിൽ അവിടുത്തെ സിനിമകൾ പോലും മാറ്റി വെച്ചിട്ടാണ് നേരിന് തിയേറ്റർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ലിമിറ്റഡ് റിലീസായി വന്ന സിനിമ ഇപ്പോൾ വൈഡ് റിലീസായി മാറിയിരിക്കുന്ന ഒരു അത്യപൂർവമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്താണേലും ജനങ്ങൾ ഏറ്റെടുത്ത ഈ ഒരു സിനിമ മലയാളിയെന്നോ ബംഗാളിയെന്നോ തമിഴെന്നോ ഹിന്ദിക്കാരനെന്നോ ഇല്ല, ഇംഗ്ലീഷുകാരൻ പോലും ഈ സിനിമയെ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരെല്ലാം ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നതല്ല. പക്ഷേ ഈ സിനിമ ഇറങ്ങി ഓരോരുത്തരെ പറഞ്ഞു വരുമ്പോൾ അവരും കാണുന്നു, അവർ കണ്ടവർ പറയുന്നു, ബാക്കിയുള്ളവർ പോകുന്നു. ഭാഷയ്ക്കും ഭാവങ്ങൾക്കുമൊക്കെ അതിർത്തി കടന്നുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ നാടുകൾ മാറി മാറി ആളുകളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും 10-ാം ദിനവും 3.5 കോടിക്ക് മുകളിൽ ഉറപ്പിച്ചിരിക്കുകയാണ് നേര്. എന്തായാലും ഒരു സൂപ്പർ സാറ്റർഡേ ആണ് നേരിൻ്റേത്. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ മറക്കരുത്, തീർച്ചയായും കമൻസുകൾ തരണം, അതേപോലെ ഷെയറൊക്കെ ചെയ്ത് സഹായിക്കണം. ലാൽ സലാം.